ഹായ് മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോയിട്ട് ഇന്നലെയാണ് ഇവിടെ തിരിച്ചെത്തിയത് കേട്ടോ. പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടായിരുന്നു, ആറ്റുകാൽ പൊങ്കാല ഇടാൻ. അപ്പോൾ അവിടുത്തെ നല്ല ചൂടായിരുന്നു. ചൂട് സമയത്ത് നല്ല തണുത്ത വെള്ളം കുടിച്ചു. അപ്പോൾ കുടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അത്രയ്ക്ക് നല്ല ചൂടാണ് അവിടെ. അപ്പോൾ അങ്ങനെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ അടിച്ചു. ഒട്ടും സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. നല്ല ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഇപ്പോൾ ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. ഇൻട്രൊഡക്ഷൻ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പോസ്റ്റ് ചെയ്യാനാണ്. പിന്നെ ഒരു കാര്യം, പൊങ്കാലയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കുംബർ കൂളറാണ്. നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയതാണ്. ചൂട് സമയത്ത് ബോഡി ഒന്ന് തണുപ്പിക്കാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു ഡ്രിങ്ക് ആണിത്. ഇപ്പം ചൂട് സമയത്തെന്ന് മാത്രമല്ല, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയത് കാരണം നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാകും. എന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വേറെ കളർഫുൾ ആക്കാനായിട്ട് നമ്മൾ സിന്തറ്റിക് കളറൊന്നും ചേർക്കുന്നില്ല, നാച്ചുറൽ കളറിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒത്തിരി നല്ലതാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാകും കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ഇടാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ പലരും നേരിട്ട് കാണുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലോ ഒക്കെയാണ് ഓരോ വീഡിയോയുടെ കമന്റ് പറയുന്നത്. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി സൗകര്യമല്ലേ ഓരോ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ഇടുകയാണെങ്കിൽ അതായിരിക്കും മറ്റുള്ളവർക്കും കൂടി അത് ഒന്ന് വായിക്കുമ്പോഴത്തേക്കും അവർക്കും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. കൂടുതൽ വർത്താനം പറയാനൊന്നും പറ്റുന്നില്ല, അത് കാരണം നമുക്ക് നേരം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, കണ്ടു നോക്കൂ. തയ്യാറാക്കാൻ തുടങ്ങാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇത് ഒരാൾക്ക് കുടിക്കാനുള്ള അളവാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇതിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ തൊലിയോട് കൂടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തൊലി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ കൂളർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങയുടെ നീര്, ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങയായിരുന്നു. നീരെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് പുതിനയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് എന്താ, പഞ്ചസാര പാനിയാണ്. പാനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തയ്യാറാക്കി എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര പാനി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നല്ല തണുത്ത വെള്ളവും. ഇത്രയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ കുക്കുംബർ ഒന്ന് നുറുക്കിയിടാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തൊലി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ തൊലിയോടുകൂടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, തൊലി മാറ്റി എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയുടെ ഇല ചേർത്ത് കൊടുക്കാം. 2 എണ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പാനി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 കപ്പ് എടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ പഞ്ചസാരയാണ് ചേർക്കണേന്നുണ്ടെങ്കിൽ 2 or 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. ഇതാ ഇപ്പൊ ഞാൻ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പൊ ഈ ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 1 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. അരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജ്യൂസ് ഒക്കെ അരിക്കുന്ന അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചായയൊക്കെ അരിക്കുന്ന അരിപ്പയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പം ഇതേപോലെ ജ്യൂസ് ഒക്കെ അരിക്കുന്ന അരിപ്പയാണ് ഏറ്റവും നല്ലത് ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതല്ല പഞ്ചസാരയാണ് കുറവെങ്കിൽ കുറച്ച് പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കുറച്ചും കൂടി നാരങ്ങ നീര് വേണം. പുളി അല്പം പോലും ഇല്ല. ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് കറക്റ്റ് ആണ്. ഇനിയിപ്പോ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുക്കുംബറിന്റെ സ്ലൈസും കൂടി. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തില്ലേ. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടല്ലേ, ചൂട് സമയത്ത് ബോഡിയെ തണുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കുക്കുംബർ. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്